കയറി വന്നപ്പോഴേ പറഞ്ഞൊരു വാക്കാണ്, എനിക്ക് ഒരുപാട് ബിൽഡപ്പൊക്കെ തരരുത്, ഞാൻ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചതാണ്, അപ്പൊ എന്നെ നാറ്റിക്കരുത് എന്ന് പറഞ്ഞ് കയറിയിട്ട് ഇപ്പൊ ഒരു തകപ്പൻ പെർഫോമൻസ് കാണിച്ചു വെച്ചു. അപ്പൊ ഇതൊന്നും പോരാ, ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചതല്ലേ, നല്ലൊരു ഗൈഡ് കൊടുക്കണം. അപ്പോ മഴ ഒരു കണക്കിന് നല്ലതായി, കാരണം 3 മണിക്ക് തന്നെ തിരിച്ച് പോവാം എന്ന് പറഞ്ഞ കുറച്ച് ബാച്ച് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോ അവർക്കൊന്നും പോവാൻ പറ്റാതെ പഴയ കാലത്തെ ഒരു ഓർമ്മയില്, ഒരു ഇരുണ്ട ക്ലാസ് റൂമില്, ചോർന്നൊഴിക്കുന്ന ക്ലാസ് റൂമില് എത്തിച്ചേരാൻ ഭാഗ്യം കിട്ടിയില്ലേ നിങ്ങൾക്ക്? അത് തന്നെ 1989 ഈ ഒരു കൂട്ടായ്മയുടെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോ അടുത്തതായിട്ട് ഇത്രയും നേരം നമ്മുടെ പാട്ടും അല്ലെങ്കിൽ ഡാൻസും ഇങ്ങനെ ഒരു പരിപാടി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അടുത്തതായിട്ട് ഒരു വെറൈറ്റി പരിപാടിയിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോ നിങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് തന്നെയാണ് ഒരാള്, ഷീബ എമ്മ എന്ന ആന്റി നമ്മളോടൊപ്പം ഇപ്പോ ഒരു കഥാപ്രസംഗത്തിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോ ഒരു വെറൈറ്റി പരിപാടിയായിട്ട് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്ന ഷീബ ആന്റിനെ ഏറെ സ്നേഹത്തോടെ നല്ലൊരു കൈയടിയോടെ നമുക്ക് സ്വീകരിക്കാം. എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ പല പെർഫോമൻസ് നടത്തിയ വേദിയാണിത്. കൂടാതെ 8ാം ക്ലാസ് 8H ഇവിടെ ആയിരുന്നു. ഇവിടെ വെച്ചിട്ടാണ് ഈ ക്ലാസ് ഒരു വർഷക്കാലം ക്ലാസ് നടത്തിയത്. പിന്നെ വേറൊരു വേദനിപ്പിക്കുന്ന കാര്യവും ഈ വേദിക്കുണ്ട്, പ്രത്യേകതയായിട്ടുണ്ട്. 8H ഞാൻ ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അത് പഠിപ്പിച്ചൊരു ടീച്ചറുണ്ട്. വേസ്റ്റ് ആയിട്ടുള്ള ഈ കട്ടിൽ വരുന്ന വയറുകൾ അതിൽ മനോഹരമായിട്ട് കർട്ടൻ ഉണ്ടാക്കി ജില്ലാ തലത്തിലൊക്കെ സമ്മാനം വാങ്ങിക്കാൻ സഹായിച്ച ഒരു ടീച്ചറുണ്ട്. പക്ഷെ ആ ടീച്ചർ ഈ വേദിയുടെ ഉത്തരത്തിലാണ് കെട്ടുകൂലി മരിച്ചതെന്ന് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പോൾ കഥാപ്രസംഗം, ലളിതഗാനം, സമൂഹഗാനം, ശാസ്ത്രീയ സംഗീതവും തന്നെ ഉണ്ടായിട്ടില്ല ആ സമയത്ത്. അങ്ങനെ ഒത്തിരിയേറെ പരിപാടികളിൽ പങ്കെടുക്കുകയും സമ്മാനം വാങ്ങിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വേദിയാണ്. വീണ്ടും ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിക്കുകയും എനിക്ക് വരാൻ സാധിക്കുകയും അതിനൊരു അവസരവും തന്ന ഇതിലെ സംഘാടകരായ എൻ്റെ എല്ലാ സഹപാഠികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിത് തുടങ്ങിയത്. 15 മിനിറ്റ് സഹിച്ചേ പറ്റൂ. ഓക്കെ ഓക്കെ. കാരികയല്ല കലാകാരിയല്ല ഞാൻ, കേവലം നിങ്ങളെ പോലെ മാത്രം. സംപൂജിതയെ ഗുരുജനങ്ങളെല്ലാം പോയി കാണും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആദികവി വാൽമീകിയുടെ പൊന്നേടുകളിൽ നിന്നും അടർത്തിയെടുത്ത ശോകമധുരമായ ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എന്റെ കഥയുടെ പേര് ശാപങ്ങൾ. അതെ, ശാപങ്ങൾ. രാമായണത്തിലെ സീതയെപ്പറ്റി കേട്ടില്ലാത്തവർ ആരും കാണുകയില്ല. മിഥിലാപുരിയിലെ ജനക മഹാരാജാവിന്റെ മകളാണ് രാമായണത്തിലെ സീത. കുട്ടിക്കാലത്ത് ഒരു ദിവസം സീത തന്റെ തോഴിയോടൊപ്പം മിഥിലാപുരിയിലെ കൊട്ടാര വളപ്പിലുള്ള പൂന്തോട്ടത്തിൽ പതിവ് പോലെ കളിച്ച് ഉല്ലസിക്കുകയായിരുന്നു. ആ സമയത്ത് എവിടെ നിന്നോ ഒരു ഈരടിയുടെ മധുരശബ്ദം അവരുടെ കണ്ണുകളിൽ വന്നരച്ചു. എന്തായിരുന്നു ആ ഈരടി? ജനകപുത്രി ജാനകിയെ രാമദേവൻ വന്ന് വില്ലൊടിച്ചു വേളി ചെയ്തു കൊണ്ടുപോകുമല്ലോ. ജനകപുത്രി ജാനകിയെ രാമദേവൻ വന്ന് വില്ലൊടിച്ചു വേളി ചെയ്തു കൊണ്ടുപോകുമല്ലോ. ഈ ഗാനം കേട്ട് ആഹ്ലാദത്തോടെ സീത നാലുപാട് നോക്കി. തന്നെ കുറിച്ചുള്ള ഈ മധുരഗാനം എവിടെ നിന്നാണ് വരുന്നത്? അതാ നോക്കൂ, അതാ നോക്കൂ. പൂമുല്ല വള്ളികൾ ചുറ്റി പടർന്നിടും തേങ്ങാവാകും നിന്റെ താഴ്ന്ന കൊമ്പിൽ കൊഞ്ചിക്കുഴഞ്ഞൂരമിച്ചിരിക്കുന്നിട പഞ്ചവർണ്ണ കിളി തത്തവാടി. ആ പൂന്തോട്ടത്തിന്റെ ഒരു ഭാഗത്ത് മുല്ലവള്ളികൾ ചുറ്റി പടർന്നു നിൽക്കുന്നത് മാവിന്റെ താഴത്തെ കൊമ്പിൽ കൊച്ചി കുഴഞ്ഞ് കിനാരം പാടി രസിക്കുന്ന 2 താത്തകളാണ് ഈ പാട്ട് പാടുന്നത്. അയണക്കിളിൽ പെൺകിളി വീണ്ടും പാടി. ജനകപുത്രി ജാനകിയെ രാമദേവൻ വന്ന് വില്ലൊടിച്ചു വേളി ചെയ്തു കൊണ്ടുപോകുമല്ലോ. അയോധ്യയിലെ ശ്രീരാമൻ മിഥിലാപുരിയിലെ സീതയെ സ്വയംവരത്തിൽ വില്ലൊടിച്ച് വേളി കഴിക്കുമെന്നാണ് കിളികൾ പാടുന്നത്. ഇങ്ങനെ പെൺകിളി പാടുമ്പോൾ തത്തയ്യാം പെണ്ണിന്റെ ഈരടിക്കൊപ്പമായി ഏറ്റുപാടിയിടുന്നു പൂവൻ തത്ത. തത്തയ്യാം പെണ്ണിന്റെ ഈരടിക്കൊപ്പമായി ഏറ്റുപാടിയിടുന്നു പൂവൻ തത്ത. ഇങ്ങനെ പെൺതത്ത പാടുന്ന ഈരടിക്കൊപ്പം താളമിട്ട് ഏറ്റുപാടുകയാണ് തൊട്ടടുത്തിരിക്കുന്ന ആൺകിളി. തത്തകളുടെ കുഞ്ഞുകളിലൂടെ ഒഴുകി വന്നു ഈ പ്രേമഗാനം കേട്ട് സീത വളരെ ആഹ്ലാദിച്ചു. കൊച്ചുകുട്ടിയാണെങ്കിലും ശ്രീരാമൻ തന്നെ വേദിയിരിക്കുമെന്ന് കേട്ടപ്പോൾ സീതയ്ക്ക് രോമാഞ്ചമുണ്ടായി. സീത ആ കിളികളോട് ചോദിച്ചു,
അല്ലേ കിളികളെ, നിങ്ങൾ എവിടെ നിന്നാണ് ഈ ഗാനം പഠിച്ചത്? അതിന് മറുപടിയായി കിളികൾ പറഞ്ഞു, വാൽമീകിയാശ്രമബാലന്മാർ പാടുന്ന ഗീതങ്ങൾ കേട്ടു പഠിച്ചു ഞങ്ങൾ. വാൽമീകി മഹർഷിയുടെ ആശ്രമ വൃക്ഷങ്ങളിലാണ് ഞങ്ങൾ വസിക്കുന്നത്. അതേപോലെ ചമച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനകഥയുടെ വരികൾ അവിടുത്തെ ആശ്രമ ബാലന്മാർ നടത്താറുണ്ട്. അവരിൽ നിന്ന് പഠിച്ചതാണ് ഞങ്ങൾ ഈ വരികൾ. അത് കേട്ട് സീത വളരെ രഹസ്യമായി പറഞ്ഞു, വലവീശി തോടിയ കിളികളെ ഒന്നിച്ചു പിടികൂടി കൂട്ടിലടച്ചു വേഗം. വലവീശി തോടിയ കിളികളെ ഒന്നിച്ചു പിടികൂടി കൂട്ടിലടച്ചു വേഗം. തോടിയോടുകൂടി തന്നെ ഒരു വലകൊണ്ട് വീശി ഒന്നിച്ചു പിടിച്ച് ഒരു കൂട്ടിലടച്ചു. അയ്യോ, ഞങ്ങളെ വിടൂ, ഞങ്ങളെ ഒന്നും ചെയ്യരുതേ, ഞങ്ങളെ ഉപദ്രവിക്കരുതേ, ഞങ്ങളെ വിടൂ വിടൂ. ഇങ്ങനെ ആ കിളികൾ ഉച്ചത്തിൽ മുറവിളി കൂട്ടി. സീത ആ കിളികളോട് സ്നേഹത്തോടുകൂടി പറഞ്ഞു, പാലു തരാം നല്ല തേൻവഴം തന്നീടാം, പായസം തന്നീടാം, അപ്പം തരാം. കിളികളെ, പാലും പാലടയും പാൽപ്പായസവും തേൻവഴലും എല്ലാം ഞാൻ നിങ്ങൾക്ക് ദിവസവും ഇഷ്ടം പോലെ തരാം. മാത്രവുമല്ല, കാഞ്ചേന കൂടതിൽ മെത്ത വീരിച്ചു ഞാൻ ചാഞ്ചാട്ടി മെല്ലെ ഊറക്കിടാം ഞാൻ. സ്വർണം കൊണ്ട് കൂടുണ്ടാക്കി അതിൽ പട്ടുമെത്ത വിരിച്ച് നിങ്ങൾ അടുക്കളത്തിൽ ഞാൻ താരാട്ട് പാടി ഉറക്കാം. അല്ലാതെ ഞാൻ നിങ്ങളെ ഒരിക്കലും വിടില്ല. ആ കിളികൾ സ്നേഹത്തോടെ സീതയോട് പറഞ്ഞു, മാനത്തു ചുറ്റി പറക്കും കിളികൾക്ക് കൂടതിൽ വാസം കനത്ത ദുഃഖം. ആകാശത്ത് ഇഷ്ടം പോലെ പാറിപ്പറന്ന് നടക്കുന്ന ഞങ്ങൾക്ക് ഈ കൂട്ടിലെ വാസം ദുഃഖത്തിനിടയാകും. അതുകൊണ്ട് കുമാരി പാപം ചെയ്യാതെ ഞങ്ങളെ തുറന്നുകൊടുക്കും. ഞങ്ങൾ ദിവസവും ഇവിടെ വന്ന് കുമാരി പാടുപാടി കേൾപ്പിച്ചുകൊള്ളാം. എന്നെ വിശ്വാസമില്ലെങ്കിൽ അതിൽ ഉറപ്പായില്ല. പെൺകിളി വരുവോളവും കൂടതിൽ താൻ കിടന്നിടാമെന്നാൺകിളി ചൊല്ലി. പെൺകിളി കൂട്ടിൽ നിന്ന് പോയിട്ട് വരുന്നതുവരെ അവൾക്ക് പകരം താൻ കൂട്ടിൽ കിടന്ന് ഈ പാട്ടുപാടി കേൾപ്പിച്ചു കൊള്ളാമെന്ന് കിളികൾ പറഞ്ഞു. ഒന്നും സീതയ്ക്ക് ഇഷ്ടമായില്ല. അവൾ പറഞ്ഞു, നിന്നെ ഞാൻ ഒരിക്കലും വിടില്ല പാട്ടുകാരി കിളി, നിന്നെ ഞാൻ ഒരിക്കലും വിടില്ല. ഇത് കേട്ട പെൺകിളി ഉള്ള കാര്യം തുറന്നു പറഞ്ഞു, ഗർഭിണിയാണു ഞാൻ വിട്ടിടു കൂടതിൽ മുട്ടകളിട്ടു വിരിച്ചു വന്നിടാം. സീതകുട്ടി, ഞാൻ ഗർഭിണിയാണ്, എനിക്ക് പ്രസവിക്കുവാനുള്ള സമയമായി. അതുകൊണ്ട് എന്നെ ഇപ്പോൾ തന്നെ വിട്ടയക്കൂ. കുമാരിക്ക് നിർബന്ധമാണെങ്കിലേ ഞാൻ അകലുള്ള എന്നെ കുളിൽ ചെന്ന് മുട്ടകളിട്ട് വിരിച്ചിട്ട് വരാം. ഒരു പക്ഷേ എന്നെ വിശ്വാസമില്ലെങ്കിൽ അതിനുറപ്പായില്ല. പെൺകിളി മുട്ടയിട്ട് തിരികെ വരുവോളം ഇവിടെ കിടന്ന് പാട്ടുപാടി കേൾപ്പിച്ചു കൊള്ളാമെന്ന് ആൺകിളി ഉറപ്പ് നൽകി. പക്ഷെ സീതയ്ക്ക് അതൊന്നും ഇഷ്ടമായില്ല. അവൾ പറഞ്ഞു, ഇല്ല, ഞാൻ വിടൂല ഈ പാട്ടുകാരിയെ മാത്രം. ചൊല്ലിനാൾ സീത മറ്റേ കിളിയെ പുറത്താക്കി. എന്തൊക്കെയായാലും ഈ പാട്ടുകാരികളെ ഞാൻ ഒരിക്കലും വിടില്ല. അവളെ എനിക്ക് എത്രയ്ക്ക് ഇഷ്ടമാണ്. അവളുടെ പാട്ടാണ് എനിക്ക് എപ്പോഴും കേൾക്കേണ്ടത്. ആൺകിളിയായി നിന്നെ എനിക്ക് ആവശ്യമില്ല, നീ എവിടെയെങ്കിലും പൊക്കോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അടികൾക്കിടയിലൂടെ സീത ആൺകിളിയെ ബലമായി വലിച്ചെടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. മണ്ണിൽ കിടന്നുകൊണ്ട് വളരെ വേദനയോടെ ആ ആൺകിളി ദയനീയമായി കരഞ്ഞു. സീതക്കുട്ടി, ഞങ്ങൾ ഇണക്കിളികളാണ്, ഞങ്ങൾ നീ ഒരിക്കലും വേർപെടുത്തരുതേ. ഇണക്കിളികളെ വേർപെടുത്തുന്നത് പാപമാണ്. അതുകൊണ്ട് ആ പെൺകിളിയെ കൂടെ ഇങ്ങോട്ട് തരൂ. ആൺകിളി എത്ര പറഞ്ഞിട്ടുണ്ട്. സീത പെൺകിളിയെ വിടാൻ തയ്യാറായില്ല. തത്തകൾ രണ്ടും വിലപിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അപേക്ഷിച്ചു. അവസാനം ദുഃഖം സഹിക്കവയ്യാതെ കൂട്ടിൽ കിടന്ന പെൺകിളി കീഴിൽ സീതയെ നോക്കി ശപിച്ചു. ഗർഭിണിയാകുമ്പോൾ നിന്നെ ഭാവിയിൽ ഭർത്താവ് ഉപേക്ഷിക്കും ജനിശാപം. ഗർഭിണിയാകുമ്പോൾ നിന്നെയും ഭാവിയിൽ ഭർത്താവ് ഉപേക്ഷിക്കും ജനിശാപം. എടി ദുഷ്ടേ, ഗർഭിണിയായ നീ എന്റെ ഭർത്താവിൽ നിന്ന് ബലമായി അകറ്റിയില്ലേ? അതിനു പകരം നീ ഗർഭിണിയാകുമ്പോൾ നിന്റെ ഭർത്താവ് നിന്നെ കാട്ടിൽ ഉപേക്ഷിക്കാൻ ഇടവരട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അടികൾക്കിടയിലൂടെ നാലാം ക്ലാസ് പഠിച്ചതാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ പെൺകിളി കൂടിന്റെ വശങ്ങളിൽ തലയടിച്ച് ചത്തു. ഇത് കണ്ട ആൺകിളിയുടെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. പ്രതികാര വാഞ്ചയോടെ ആ ആൺകിളി സീതയ്ക്ക് മറ്റൊരു ശാപം കൂടി നൽകി. എന്റെ അപവാദ വാക്കുകൾ കേട്ട് നീ ഭർത്താവ് നിന്നെ ഉപേക്ഷിക്കും കാടതിൽ. എന്റെ അപവാദ വാക്കുകൾ കേട്ടു നീ ഭർത്താവ് നിന്നെ ഉപേക്ഷിക്കും കാടതിൽ. എടി ദുഷ്ടേ, ഇണകളാവുന്ന ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ച നിന്റെ ഭാവി ഞങ്ങൾ നശിപ്പിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ആൺകിളി പ്രതികാര ബുദ്ധിയോടെ നദിയിൽ മുങ്ങിച്ചെത്തു. സീതയും തോഴിയും മാത്രമറിഞ്ഞൊരി ശാപത്തിൻ കാര്യം ഒളിച്ചു വച്ചു.
സഖിയിൽ ഇവർ വിസ്മരിച്ചു. സീതയ്ക്ക് കുട്ടിക്കാലത്തിന്റെ ഈ രണ്ട് ശാപങ്ങളുടെയും കാര്യം ആരും അറിയാതെ സീതയും തോഴി രഹസ്യമായി സൂക്ഷിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. ശൈവജാപവേദനം നടത്തി രാമൻ സീതയെ വേടി ചെയ്ത് മോദമോടെ വാണിടുന്ന കാലം. കാലിരുണ്ടോ ജീവിതത്തിൽ രാമനും അനുജനും ദേവിയുമായി കാനനത്തിൽ പൊക്കിരിക്കും കാലം. സീതയെ അപഹരിച്ച രാവണനെ കൊന്ന് വീണ്ടെടുത്തു ദേവിയുമായി വീണ്ടും നാടുവാണു. ഇങ്ങനെ മിഥിലാപുരിയിൽ ജനൻ സൂക്ഷിച്ചിരുന്ന ത്രയംബകം മുറിച്ച് രാമൻ സീതയെ വരിച്ചു. തുടർന്നുള്ള കാനനവാസവും രാവണ വിഗ്രഹവും എല്ലാം കഴിഞ്ഞ് രാമൻ അയോധ്യയിൽ രാജാവായി വാഴുകയാണ്. ഈ സമയത്ത് സീത ഗർഭിണിയായി. ശാപങ്ങൾ രണ്ടും ഫലിച്ചൊരേ കാലത്ത് കാടലിൽ രാമൻ ഉപേക്ഷിച്ചു സീതയെ. കിളികളുടെ ശാപങ്ങൾ രണ്ടും ഒരേ സമയത്ത് തന്നെ ഫലിച്ചു. ആൺകിളിയുടെ പുനർജന്മമായി പിറന്ന ക്രോധനൻ എന്ന അലക്കുകാരൻ പറഞ്ഞു പരത്തിയ അപവാദം കേട്ട് രാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു. പ്രിയമുള്ളവരെ, പെൺകിളിയുടെ ശാപത്തിന്റെ ഫലമായിട്ടാണ് ഗർഭകാലത്ത് തന്നെ സീത ഉപേക്ഷിക്കപ്പെട്ടത്. പ്രിയമുള്ളവരെ, സർവ്വചരാചരങ്ങളിലും ഈശ്വര വിശ്വാസം ജീവകാരുണ്യമാണ് നമുക്ക് ആവശ്യം. ഒരു ജീവിയെയും നിസ്സാരമായി കരുതുകയോ ക്രൂരമായി വേട്ടയാടുകയോ ചെയ്യാൻ പാടുള്ളതല്ല. ശാപങ്ങൾ എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി. ഇതെന്നെ 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ആഷിക്കറിയാം. ആഷിക്ക് ഞങ്ങളുടെ ഒരു ബാച്ചായിരുന്നു. മുരുകേശനാശാരി സാറുണ്ട്, ഭുവനേന്ദ്ര സാറ്, മോഹന സാറ്. ഈ 3 പേരും കൂടെ ഏകദേശം 6 മാസത്തോളം ഇരുത്തി എന്നെ 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. 4 മുതൽ 10ാം ക്ലാസ് വരെ 8, 9, 10 വേദികളിലൂടെ ഫസ്റ്റ് സ്ഥാനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ സഹപാഠികളായ കുറച്ച് പേര് കുറെ ഐസ്ക്രീം ഒക്കെ തന്നതിന്റെ ബുദ്ധിമുട്ട് തൊണ്ടയ്ക്കുണ്ടായിരുന്നു പറഞ്ഞു വന്നപ്പോൾ. ഓക്കെ, എന്നെ സഹിച്ചിത്രയും സമയം തരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒന്നും പറയാനില്ല. കാരണം പഴയ ആ ഓർമ്മ തന്നെയാണ്, അല്ലെങ്കിൽ അന്ന് വിജയിച്ചതിന്റെ ഒന്നുകൂടെ ഒരു ഓർമ്മ പുതുക്കലാണ് ആ സ്റ്റേജ്, ആ ക്ലാസ്, ആ ഓർമ്മ. അപ്പോ എല്ലാം ഒരു ഓർമ്മയാണ്. അപ്പോ ഇന്നത് പുതുക്കിയിരിക്കുന്നു. അപ്പോ ആന്റിക്ക് ഒരുപാട് നന്ദി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ എന്തൊക്കെ പ്രോഗ്രാം നടക്കുമ്പോ എല്ലാ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വരും. അതുപോലെ തന്നെ മക്കള് എല്ലാവരും വരും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ പ്രോഗ്രാമിലൊക്കെ വന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എന്റെ വീട്ടുകാരുടെ കൂടെ വരുമ്പോ എനിക്ക് അതിലൊരു സന്തോഷമുണ്ട്. കാരണം നിങ്ങളുടെ ഈ സൗഹൃദം കാണുമ്പോ നമുക്ക് എന്താ പറയാ, ഞങ്ങൾക്ക് പോലും ഇത്രയും ഉള്ള സൗഹൃദങ്ങൾ ഇല്ല. അപ്പൊ നിങ്ങളെ കാണുമ്പോ നമുക്ക് തന്നെ ഒരു അസൂയ തോന്നുന്നുണ്ട്. അപ്പൊ അമ്മയുടെ പ്രോഗ്രാമിന് ഡാൻസ് കളിക്കാനായിട്ട് മകള് കൊല്ലത്ത് നിന്നാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ ദർശന ചേച്ചിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ശ്രീരാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ശ്രീരാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗസ്ഥിതേ ജഗന്മാത മഹാലക്ഷ്മി നമോസ്തുതേ പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മം സ്വരൂപിണി പരമേശി ജഗന്മാത മഹാലക്ഷ്മി നമോസ്തുതേ നമോസ്തുതേ നമോസ്തുതേ.
ഒന്നിനൊന്നിന് മെച്ചം തന്നെയാണ്. എല്ലാവരും ഇവിടെ എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് നിങ്ങളുടെ കുറച്ച് സമയം കൊണ്ട് പഠിച്ചതാണ്, ഒരു ദിവസം കൊണ്ട് പഠിച്ചതാണ്, ഇതൊക്കെ പറഞ്ഞിട്ടും ഇവിടെ ഒന്ന് സ്റ്റേജിൽ വന്ന് കളിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും തോന്നാറില്ല. അപ്പോൾ ഏത് പെർഫോമൻസ് കളിച്ചാലും എല്ലാവരും കളിക്കുന്നത് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നല്ലൊരു കൈയടി കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നത് ഒരു ഭാര്യയും ഭർത്താവും കൂടെയാണ്, ഒരു പാട്ട് പാടാൻ വരുന്നത്. അപ്പോൾ ഇവരുടെ ഒരു മോനും ഒരു മോളും ഉണ്ട്. അപ്പോൾ രണ്ടുപേരും ഇവിടെ ഓൾറെഡി ഒരു 2 പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആന്റിയും പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവര് 3 പേര് സൗഹൃദ കൂട്ടായ്മയിലുള്ളതല്ല. അപ്പോൾ ഒരു ഫാമിലി മൊത്തത്തില് നമ്മുടെ സൗഹൃദ കൂട്ടായ്മയിൽ ഒരുമിച്ചുണ്ട്. അപ്പൊ അവരുടെ മക്കള് ഇവിടെ നിന്ന് നേരത്തെ ഡാൻസ് കളിച്ചു, മോൻ വന്ന് പാട്ട് പാടി,
ആന്റി വന്ന ഡാൻസ് കളിച്ചു. അപ്പോ ഇനി ഒരാൾ കൂടെ ബാക്കിയുള്ളൂ. അപ്പൊ അവർ ഒരുമിച്ച് ചേർന്ന് അടുത്തൊരു പെർഫോമൻസ് ചെയ്യാൻ പോവാണ്. ആരാണെന്ന് മനസ്സിലായി കാണും? ഗസ് ചെയ്യാൻ പോലും ആരായിരിക്കും? അപ്പോ അതാണ് ശ്രീകണ്ഠൻ മാന്റെ ഭാര്യ ദീപ്തിയും ശ്രീകണ്ഠൻ മാനെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കാം. അപ്പൊ ഒരു ഫാമിലി ഒരുമിച്ച് നിൽക്കാണ് നമ്മുടെ അടുത്ത്. അപ്പോ നല്ലൊരു കൈയടി കൊടുത്ത് തന്നെ സ്വീകരിക്കാം. നമ്മുടെ വോയിസ് വളരെ കൃത്യമല്ല, ക്ലൈമറ്റിന്റെ പ്രശ്നം കൊണ്ട് ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും, ക്ഷമിക്കണം. എന്നിരുന്നാലും കൈയടിയൊക്കെ കുറയാതിരിക്കട്ടെ. ഇത് പറയൂടെ തുടങ്ങണം നമ്മുടെ. അപ്പോ ഒരു അഭ്യർത്ഥനയുണ്ട്, നിങ്ങൾ ആരും ഇവിടുന്ന് പോരുത്. കാരണം ഒരു 2-3 പരിപാടി കൂടെ ഉള്ളൂ. അപ്പോ ദയവ് ചെയ്ത് ഇവിടുന്ന് ആരും പോരുത്. അപ്പോ അടുത്തതായിട്ട് നമ്മുടെ മുന്നിൽ എത്തുന്നത് മാളവികയാണ്. എന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്റെ പേര് മാളവിക എന്ന് പറയരുത്, എന്നെ മാളു എന്ന് പറഞ്ഞ് വിളിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്തതായിട്ടൊരു ഡാൻസ് ആയിരുന്നു മാളു.
सोगा तारा चबीला तारा रंगीला तारा देखा मैं करूं सारी सारी रात सारी सारी रात छुप छुप के मुझे देखा तू कर सारी सारी रात सारी सारी रात जाए मुझको अगर साथ तेरा तो तू मैं सारा सोगा तारा चबीला तारा रंगीला तारा നമുക്ക് മണി 4:15 5 മണിക്ക് നമുക്ക് ഈ പ്രോഗ്രാം ഫിനിഷ് ചെയ്യാം. പക്ഷെ അതിന് മുമ്പായിട്ട് ആരും ഈ വേദി വിട്ട് പോകരുത്. 5 മണിക്ക് നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിച്ച് ഒരു പാട്ടും ഒരു ഡാൻസും ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ പിരിയാം. അതുവരെ ഇരിക്കണം. അടുത്തതായി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിന്റെ 50ാം പിറന്നാൾ ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രൂപ്പിന്റെ ജനറൽ കൺവീനറും നമ്മുടെ സൗഹൃദ 1989 ചങ്കുമായ ശ്രീ വിഴിഞ്ഞം സ്റ്റാലിൻ നിങ്ങൾക്ക് ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ആ ഗിഫ്റ്റ് ഇവിടെ കൊടുക്കുകയാണ്. പേര് വിളിക്കുമ്പോൾ ആ സഹപാഠികൾ വന്ന് ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പേര് ഞാൻ നന്നായിട്ട് വായിക്കും. അദ്ദേഹം ഇത് ആദ്യമായിട്ടല്ല ഗിഫ്റ്റ് ഇവിടെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഓണാഘോഷ പരിപാടിയായാലും നമ്മുടെ സൗഹൃദം കുടുംബസംഗമം നമ്മൾ 2021 നടത്തി. അന്നും അദ്ദേഹം ഒരു ഗിഫ്റ്റ് കൊടുത്തതാണ്. ഇതൊക്കെ നല്ല ഭീമമായിട്ടുള്ള തുകയാകും. നമ്മൾ വിചാരിക്കും നമുക്ക് ഒന്നല്ലേ കിട്ടുന്നതെന്ന്. പക്ഷെ എല്ലാവർക്കും ആകുമ്പോഴേ ഒരു വലിയ തുകയാണ് ആകുന്നത്. അത് നമ്മുടെ സൗഹൃദം 89ന്റെ ഒരിക്കലും പറഞ്ഞു തീരാത്ത രീതിയിലുള്ള നന്ദി അദ്ദേഹത്തിന് നേരുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം നന്നായിട്ട് വളരട്ടെ. ഇനി വരാൻ പോകുന്ന പ്രോഗ്രാമുകളിലെല്ലാം ഇതിനപ്പുറവും നല്ല ഗിഫ്റ്റുകൾ നൽകുവാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് സൗഹൃദ 1989 പേരിൽ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തി ആശംസിക്കുകയാണ്. അപ്പൊ ആദ്യം പേര് എന്റെ പേര് തന്നെയാണ് അറ്റൻഡൻസ് രജിസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ തന്നെ ഏറ്റുവാങ്ങാം. ശാന്തി തരുവല്ലോ. എന്റെ പേര് സന്തോഷാണ്. ഞാൻ ഏറ്റുവാങ്ങുകയാണ്. സാഹിത്യ സമരപ്പോ പൊയ്ക്കളായി. അടുത്ത് വിഴിഞ്ഞ സ്റ്റാലിൻ നിൽക്കുന്നുണ്ട്. ഷീബ വേഗം രണ്ടുപേർക്കും ഇല്ല. ആ കളി ഇവിടെ നടക്കില്ല. തൂത്തു. അടുത്ത ആൾ ബിന്ദു പി കെ. സ്പീഡാ വരട്ടെ. സ്പീഡാ. ശ്യാമള എൽ.
സിനി എസ്. അറിയിപ്പുണ്ട്, ഗിഫ്റ്റ് വാങ്ങിയിട്ട് ഉടനെ പൊയ്ക്കളല്ലേ, എല്ലാവരും ഇരിക്കണം. സിനി എസ്. തങ്കമണി CS. ചിലക്കളി ഓടി വാ. അടുത്ത ആള് ജോൺ ആൽഫ്രഡ്. ജോൺ ആൽഫ്രഡ് എവിടെ? ആ, മോഹനചന്ദ്രൻ V. ഒരു പ്രത്യേക അറിയിപ്പ്, 68 ഇന്നോവ വണ്ടി ആരെയാണ്? ഇന്നോവ വണ്ടി 68. നേരത്തെ അനൗൺസ്മെന്റ് ചെയ്യാൻ പറഞ്ഞതാണ്. വണ്ടി ബ്ലോക്ക് ആക്കി ഇട്ടിട്ടുണ്ട്. വേറെ ഒരു വണ്ടി എടുക്കാൻ അത്യാവശ്യമാണ്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഈ വോയിസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്ന് എടുത്ത് ഒന്ന് മാറ്റിയിട്ട് കൊടുക്കണം. 68 ഇന്നോവ. അടുത്ത് മോഹനചന്ദ്രൻ വാങ്ങിയ മോഹനചന്ദ്രൻ ഓടിയോ കൺവീനറെ പ്രവർത്തനത്തിൽ ഊർജ്ജസ്വലനാണ്. ഓടിവാ. അടുത്ത് ഷിബു KS. ഷിബു ഓടിവാ. ഷിജു V. നായർ. ഈ കാര്യത്തിൽ ഇതുവരെ ഒരു ആബ്സെന്റും വന്നില്ല. എന്താ ശ്രദ്ധിച്ച? എവിടെ ഷിജു ഇല്ല. ഭാഗ്യം. ഷിജു ഉണ്ടാ? ഷിജുവിന്റെ വീട്ടിലുള്ള ആരെങ്കിലും ഉണ്ടാ? ഇല്ല. ഒരു ആബ്സെന്റ്. സെൽവരാജ് C. ഓടിയോ. അടുത്തത് രാധാകൃഷ്ണൻ കോവിലൂർ, നമ്മുടെ കവി. അടുത്ത ആള് സരിത AB. സരിത ഉണ്ട്. എവിടെ പോയി? ഗിഫ്റ്റ് വാങ്ങാൻ എവിടെ പോയി? ഇതാണ് സരിത. പോയെന്ന്. വാങ്ങിയിട്ടേ പോവുള്ളൂ. അരുണ AK. ഓടിയോ. ഡാൻസ് കളിച്ച് തളർന്നിരിക്കുകയാണ്. ആമിന അരുണ. ഡാൻസ് കളിച്ചാലും ഒന്നേ ഉള്ളൂ. അടുത്ത സുനിത കുമാരി T. സുനിത കുമാരി. സ്പീഡാ. സനിൽ കുമാർ P. സനില്. സിമി PR. ബിന്ദു TS. ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. ബിന്ദു TS ഉണ്ടാ? ബിന്ദു TS വീട്ടിലുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. സാബു S. മഞ്ഞാൽമൂട്. ഓടിവാ സാബു. ഇത് ലോറി എണയും പോലെ എണയണല്ലോ. ഓടിയോ. വണ്ടി ഓടിച്ച് വയ്യല്ലേ? ഓടിവാ. കെവി ഡ്രൈവറിൽ അടുത്താണ് ശ്രീകണ്ഠൻ T. ഗായകൻ. എവിടെ? ഹരിരാജൻ. ഇല്ല. അത് ജോസ് D. ജോസ് വീട്ടിൽ പോയാ. ശ്യാമള വന്നായത്. ശ്യാമള ഓടിയോ. വിജയകുമാർ V. ഉണ്ടോ? KSEB സബ് എഞ്ചിനീയർ. ഇല്ല. അടുത്ത ആള് ഷീബ NY ഉണ്ടോ? അണ്ണാ തരുവണ്ണ ഇരിക്കും. ഒരു പൊടിക്ക് അടങ്ങി. ബിജു E. നമ്മുടെ ഖജാജി ബിജു E. ബിജു ഉണ്ട്. ആമോസ് എവിടെ? ഓടിയോ ആമോസ്. വെയിറ്റ്. അവിടെ അപ്പുറത്ത് നിന്നോ. മിച്ചം ഉണ്ടെങ്കിൽ തരാമേ. സെൽവരാജിയൻ. അണ്ണാ ഓടി. എവിടെ? സെൽവരാജിയൻ. JNS ഉണ്ടോ? ഇല്ലേ? അനിൽകുമാർ A. ഉണ്ട്. അനിൽകുമാർ A ഉണ്ടോ? ശ്രീകുമാരന്റെ വൈഫ് ഇവിടെ ഉണ്ട്. അത് വാങ്ങിനേ. എവിടെ? വൈഫും മക്കളും ഇവിടെ ഉണ്ട്. അത് വാങ്ങണം. എവിടെ? ശ്രീകുമാരല്ലേ പോയത്? വൈഫ് പോയി. മക്കൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇല്ലേ? അടുത്ത് സുധാകരൻ S.
സുധാകരൻ ഇല്ല. ക്രിസ്റ്റൽ KB. ക്രിസ്റ്റൽ. ഡാളി S. സുമ C. സുമയുണ്ട? സുമ. അജയകുമാർ. അജയൻ. അജയൻ ഓടിവാ. ഡോക്ടർ സണ്ണിരാജ്. ഡോക്ടർ സണ്ണിരാജ് ഉണ്ടോ? ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ അവിടെ? പ്രവീൺ കുമാർ യെസ്. പ്രവീൺ കുമാർ യെസ്. ഇല്ല. വിനോഭ കുമാരി. വിനോഭ. മണികണ്ഠൻ. മണികണ്ഠൻ എവിടെ? ആസ്ഥാന ഗായകൻ മണികണ്ഠൻ. മണികണ്ഠൻ ഇല്ലേ? അപ്പൊ സിന്ധുവിനും മണികണ്ഠനും ഒരുമിച്ച് സിന്ധു വാങ്ങും. കൊടുക്കും. പ്രേമലത എൽ. പ്രേമലത. പ്രേമലത ഉണ്ടോ? രമണീയം. രമണി. രമണിയുടെ വീട്ടിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങണേ. ഇല്ല. സജി C. സജി C ഉണ്ടോ? സജി ഇല്ല. സജി ആബ്സെന്റ്. ഉഷകുമാരി. ബി. ഉഷകുമാരി B ഉണ്ടോ? അതാ വരുന്നുണ്ട്. ഉഷകുമാരി വേറെ വരുന്നുണ്ട്. നീ ഒരു പൊടിക്കടങ്ങ് ഉഷ അവിടെ ഇരി തരും കേട്ടാ. സമാധാനായിരി. അനിത S ഉണ്ടോ? അനിത S. അനിത S ഉണ്ടോ? ആ അനിത വരുന്നുണ്ട്. അനിത കുഞ്ഞുമനു. ഓടിയോ ഓടിക. ഉഷകുമാരി R. ലാർജറ്റ്. ലാർജറ്റ് ഓടിവാ. രജി. 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 ഷീബ എമ്മ. ടീച്ചർ ഓടി വരി. ടീച്ചർ എവിടെ? കസ്തൂരി ഉണ്ടോ? കസ്തൂരി. കസ്തൂരി പോയി. പ്രഭ ഇല്ല. ഷീജത്ത്. ഷീജത്ത്. ഷീജത്ത് ഉണ്ടോ? ഷീജത്തിന്റെ മോൻ ഇവിടെ ഉണ്ടോ? ഇല്ല. റിജു. റിജു ഉണ്ടോ? റിജു. മോഹൻരാജ്. മോഹൻരാജ്. മോഹൻരാജിന്റെ വൈഫും മക്കളും കൂടെ ഉണ്ടായിരുന്നു. മോഹൻരാജ് ഉണ്ടോ അവിടെ? റിജു. ഗിരിജ M. ഗിരിജ. ആ വാ. ലക്ഷ്മി K. ലക്ഷ്മി. ലക്ഷ്മി ഉണ്ടോണ്ട്? ലക്ഷ്മി അതാ വന്നാച്ചു കൊഞ്ചം. കൊഞ്ചം സ്ലോ. പ്രസൻസ്. 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 പ്രസൻസ് ഇല്ലേ? പ്രസൻസിന്റെ മകളോ വൈഫോ ഇവിടെ ഉണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങണേ. പ്രസൻസ് ഉണ്ടോ? മകനുമില്ല. ആശ VS ഉണ്ടോ? ഷീബ സക്കീർ. ഷീബ സക്കീർ. ഷീബ സക്കീർ ഉണ്ടോ? ആ ഉണ്ട് 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 ഉണ്ട്. ഷൈൻ കുമാർ. ഒരു ഫാമിലി കൊടുത്തല്ലേ. ഷീബ സക്കീർ. അടുത്ത് സെൽവരാജ് പഞ്ചാവുഴി. സെൽവരാജ് പഞ്ചാവുഴി. സെൽവരാജ് വേങ്കോട്. വേങ്കോട് സെൽവരാജ്. വടക്കങ്കര അല്ല. സെൽവരാജ് ഇല്ല. അടുത്ത് മുഹമ്മദ് ഫൈസൽ. മുഹമ്മദ് ഫൈസൽ ഉണ്ടോ? ആ ഫൈസൽ വരുന്നുണ്ട്. ഫൈസൽ ഉണ്ട്. ഉണ്ട് 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 ഉണ്ട്. ബിജു ആലപ്പാറ. ബിജു ആലപ്പാറ ഉണ്ടോ? SK ബിജു കുമാർ ഇല്ല. ജയന്തി ആലപ്പാറ. ജയന്തി. ബിജു. ജയന്തിയാണ്. ജയന്തി. സാംകുട്ടി. സാംകുട്ടി. എടി വാ ഓടി വാ. സാംകുട്ടി. സാംജി രാജ്. സാംജി രാജ് ഉണ്ടോ? ഇല്ല. സാംജി രാജ് ഇല്ല. സുജ NL. ടീച്ചറെ. സുജ ടീച്ചറെ. വിജി R.
വിജി ടീച്ചർ എവിടെ? അഗസ്റ്റിൻ സൈലൻ ഉണ്ടാ? ഓടിവാ അഗസ്റ്റിൻ ഇല്ലേ? അവൻ വയലിൽ നിന്ന് വരണേ ഉള്ളൂ. റോബർട്ട് വാ റോബർട്ട് വന്നു. അനിൽകുമാർ റോയ് ഉണ്ടോ? അനിൽകുമാർ. സത്യദാസ് പി ഇല്ല. രാമചന്ദ്രൻ ഇല്ല. ജയൻ കള്ളിമൂട് ഇല്ല. സജീവ് സുന്ദരം ഇല്ല. ഡേവിഡ് ഉണ്ടോ? സജി എടാ ചെണ്ട സജി ഓടിവാ നീ ഇന്നത്തെ പ്രോഗ്രാമിലെങ്കിലും ഇവിടെ ഒരു 2 ചെണ്ട കൊണ്ടിട്ട് കൊട്ടാന്ന് പറഞ്ഞു, അതുമില്ല. ശരി, അടുത്ത് വിൻസെന്റ് ഉണ്ടോ? വിൻസെന്റ് ഇല്ല. സജാദ് പ്രിയ കൂട്ടുകാരൻ സജാദ് ഉണ്ടോ? സജാദിന്റെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ? മുരളീദാസ് KT ഉണ്ടോ? അടുത്തത് സ്റ്റാൻലി കോവിലൂർ സ്റ്റാൻലി ഉണ്ടോ? അടിക്കലം ഇല്ല. അടുത്ത് സുജനി ഉണ്ടോ? സുജനിയാ ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഉദയകുമാരി ഉണ്ടോ? ഉദയകുമാരി. അശ്വതി AC. അശ്വതി ടീച്ചറെ പുറത്തോടെ ഉണ്ടായിരുന്നു, പോയാ? ഷെർലി ഉണ്ടോ? ഷെർലി പുറകു വശത്ത് നിന്ന് എണീറ്റതേ ഉള്ളൂ, ഓടിവാ. കലാദേവി ഉണ്ടോ? വന്നിട്ട് പോയി. റിജു ഞാൻ വായിച്ചില്ല, ഞാൻ അത് വാങ്ങിയല്ല. അടുത്ത് രാജ്മോഹൻ. ഇനി പേര് വിളിക്കാത്ത ആരുണ്ട്? വാ നീ പഠിച്ചോണ്ടിരുന്ന പേര് റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ കയറില്ല, അറ്റൻഡൻസ് പറഞ്ഞിട്ടില്ല, ഓടിയോ? GM അനിൽകുമാർ. ഗീത അരുവട്ട് വേണം. വിളിച്ചില്ലെന്ന് പറഞ്ഞാൽ ഈ ഹാജറിലെ പേരില്ല, ഉണ്ടെങ്കിൽ വിളിക്കൂ. നിനക്ക് ഞാൻ മറ്റേ ശത്രുതയൊന്നുമില്ല. വായി GM അനിൽകുമാർ. സമയത്ത് ക്ലാസ്സിൽ കയറണം കേട്ടോ. പോ. ഇനി പേര് വിളിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഷാജേട്ടാ അവരെ ബാച്ച് കയറി വിളിക്കും. ആൾക്കാർ ആനപ്പറ ബിന്ദു ആനപ്പറ വാ. ഇനി പേര് വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? വിട്ടുപോയ ആര്? ഞാൻ ചോദിച്ചില്ല. സുജ ടീച്ചറെ ഒന്നുകൂടെ ഇങ്ങോട്ട് അഭിജിത്ത് ടീച്ചറെ പറഞ്ഞിട്ട് പോയത്. ഞാൻ വിളിക്കാണ്ട, പ്രോഗ്രാം തുടരാലോ. സജി ഞാൻ വിളിക്കാനില്ല. ശരി, അപ്പൊ നമുക്ക് ഈ 50ാം പിറന്നാൾ ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തില് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് സംഭാവന ചെയ്ത സ്റ്റാൻലിക്ക് ഗ്രൂപ്പിന്റെ പേരിൽ എന്റെ വ്യക്തിപരമായാലും പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ എല്ലാവരും നല്ല ഉഷിരൊരു ഈ മഴയത്തൊരു നല്ലൊരു കയ്യടി കൊടുക്കണം. ക്ഷമിക്കണം, പ്രദീപ് എന്നെ കൊല്ലാമെന്ന് നിൽക്കുകയാണ്.
ചെമ്മനുള്ള പ്രദീപ്, നമ്മുടെ പ്രിയ കൂട്ടുകാരൻ, ഗൾഫിലെ ഈ പ്രോഗ്രാമിന് റെഡിയാകാതിരിക്കുകയാണ്. അറ്റൻഡൻസിന്റെ എഴുതിയിട്ടില്ല, എന്റെ കുറ്റമല്ല. പ്രദീപിന്റെ മതം വന്ന് ഏറ്റുവാങ്ങി. പ്രദീപേ, സോറി. ശ്രീമാരന്റെ മോൻ വന്ന്, നിന്നെ വിടൂല അങ്ങനെ. നിലമാവോട് ബിജു, പേരെഴുതിയില്ല. ബിജു 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 വാ ബിജു. നിലമാവോട് ബിജു നമ്മുടെ പ്രവാസികളെ പ്രതിനിധീകരിച്ച് ഗൾഫിൽ നിന്നും നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി ബിജു എത്തിച്ചേർന്ന് പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. ബിജു 2 ദിവസം കൊണ്ട് ഇന്ത്യൻ എയർലൈൻസ് സമരത്തിലായിരുന്നു, നിങ്ങളെല്ലാം കണ്ടതാണ്. ടിക്കറ്റ് ക്യാൻസൽ ആയിപ്പോയി. അഡീഷണൽ ആയിട്ട് 30,000 രൂപയോടെ കൊടുത്തിട്ടാണ് ബിജു നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. നല്ലൊരു കയ്യടി കൊടുക്കണം, നല്ലൊരു കയ്യടി. ബിജു നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ പാടും, അത് ഉറപ്പായ കാര്യം. ബിജു ഒരു പാട്ട് പാടണം. ബിജുവിന്റെ സന്യാസിനി എന്നുള്ള പാട്ടോടെ കേൾക്കാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ്. കലാപരിപാടി തുടരുകയാണ്, ഡാൻസും. നമുക്ക് 4-5 പാട്ട് കൂടെ ഉണ്ട്. സാബു ആര് ആര് സോളമൻ. അപ്പോൾ ഇവിടെ പ്രോഗ്രാം വന്നിട്ട് പോയവര് നമ്മുടെ മുതലാളി ശാന്തിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലാസ്ക് കിട്ടും. ഓക്കെ, ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തുന്നത്. പ്രോഗ്രാം തുടരുകയാണ്. പോണത് ഒരു അലമ്പ് പരിപാടിയാണ്. കാരണം അതിനു വേണ്ടിയാണോ ഇവിടെ വന്നിരുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. അപ്പോ സമ്മാനം വാങ്ങിട്ട് പോണെങ്കിൽ അപ്പോ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര വെയിറ്റ് ചെയ്തത് എന്നൊരു അർത്ഥത്തിലേക്ക് പോകും. അപ്പോ അങ്ങനെയല്ല, പരിപാടി മൊത്തത്തിൽ കണ്ടിട്ട് വേണം പോവാൻ. കാരണം ഇനി ഒരു 2-3 പരിപാടികൾ മാത്രമേ ഉള്ളൂ. ശാന്തമാഷ് സിബിയാനിയുടെ ഹസ്ബൻഡാണ്. അപ്പോ നല്ലൊരു കൈയടി കൊടുത്ത് അങ്കിളെ സ്വീകരിക്കാം. അപ്പോ നല്ലൊരു കൈയടി കൊടുത്തേ. ഈ കരോക്കയിലൂടെ ഒന്നും പാടിയുള്ള പരിചയമൊന്നുമില്ല. പിന്നെ പണ്ട് നിങ്ങൾ ഈ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയാം, അർദ്ധരാത്രി അവർക്ക് ഈ പിന്നെ വാട്സപ്പ് കോളുണ്ട്. അന്നിങ്ങനെ ബേളം വെച്ച് സിമിയുടെ അടുത്ത് പാടാൻ പറയും. സിമി പാടിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് അന്ന് പൊളിച്ചടിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് സിമി എന്നെ കൊണ്ട് കുറെ കവിതകളൊക്കെ പഠിപ്പിച്ചു ഇതിനകത്ത് ആലപിച്ചതാണ്. അല്ല ഞാനൊരു ഗായകനോ അങ്ങനെയൊന്നും അല്ല. പിന്നെ ഒരു പാട്ട് പാടണം എന്നാണ് വിചാരിച്ചത്, ജോൺസൺ മാഷിനെ പിന്നെ ഓർമ്മിച്ചുകൊണ്ട്. പക്ഷെ അതത്ര എനിക്കത്ര കോൺഫിഡൻസ് പോരാ. കാരണം കരോക്കെ ഇല്ലെങ്കിൽ അത് പാടാൻ സുഖമില്ല. പാട്ട് ഏതാണെന്ന് പറയാം. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്, വളരെ സുന്ദരനായ ഒരു പാട്ടാണ്. അത് മാറ്റി നിർത്തി കുറച്ചു മുമ്പ് ഒരു കഥാപ്രസംഗം ഉണ്ടായിരുന്നു. 4ാം ക്ലാസ്സിൽ ചെയ്ത കഥാപ്രസംഗം അല്പം പോലും ഭംഗി ചോരാതെ അതിന്റെ തീവ്രതയോടുകൂടെ അതേ സ്പിരിറ്റോടുകൂടെ ഒരാൾ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കുറെ വർഷങ്ങൾ നമ്മളിങ്ങനെ പുറകോട്ട് പോയതുപോലെ തോന്നി. ഞാൻ ഈ സ്റ്റേജിൽ കുറേയൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഈ പാട്ടിന്റെയോ അങ്ങനെയുള്ള രൂപത്തിലൊന്നുമല്ല. ഈ സ്കൂളിനെ പ്രതിനിധീകരിച്ച് കഥ, കവിത, ഉപന്യാസം 3 വർഷം സംസ്ഥാന തലത്തിൽ സമ്മാനം നേടാൻ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണ സാറിന്റെ കൃപാകടാക്ഷം കൊണ്ട് മാത്രം. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഈ പഠിച്ചത് ഫിസിക്സ് ആയതുകൊണ്ട് സാഹിത്യത്തോട് വലിയ ബന്ധമില്ല. പക്ഷെ വായിക്കും അത്യാവശ്യമൊക്കെ. ഞാനിപ്പോ ഒരു കവിതയുടെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു കവിത ആലപിക്കുന്നു. നമ്മുടെ സമകാലീന മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ കവി നമ്മൾ വിട്ടുവരിഞ്ഞ അനിൽ പനച്ചൂരാന്റെ വലയിൽ വീണ കിളികൾ എന്ന കവിത. ഇത് കഥാപ്രസംഗമാണ് എന്നെ കൊണ്ട് ഇത് ആലപിക്കാൻ പ്രേരിപ്പിച്ചത്. 2 കിളികളുടെ കഥ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇവിടെയും 2 കിളികൾ തന്നെയാണ്. ഔചാരികമായി പരിചയപ്പെടുന്നു. ഒരു വേടൻ വെച്ച വിലയിൽ വീഴുന്നു. 2 പേരും 2ആയി പിരിയുന്നു. അതാണ് കവിതയുടെ ഇതിവൃത്തം. അനിൽ പനച്ചൂരൻ ഭംഗിയായി ആലപിച്ച കവിതയാണ്. അതൊന്നും എന്നിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. എന്നാൽ നമുക്ക് നോക്കാം. വലയിൽ വീണ കിളികളാണ് ചിറകുടിഞ്ഞൊരിണകളാണ് വഴിവിളക്ക് കണ്ണജമീ വഴിയിലെന്ത് നമ്മൾ പാടണം വലയിൽ വീണ കിളികളാണ് ചിറകുടിഞ്ഞൊരിണകളാണ് വഴിവിളക്ക് കണ്ണജമീ വഴിയിലെന്ത് നമ്മൾ പാടണം ഈ വഴിയിലെന്ത്
നമ്മൾ പാടണം. വെയിലെരിഞ്ഞ വയലിലന്ന് കൊയ്ത്തുപാട്ടു കേട്ടു പാറവേ ഞാനൊടിച്ച കതിരു പങ്കിടാൻ കൂടണഞ്ഞ പെൺകിടാവുരീ. വെയിലെരിഞ്ഞ വയലിലന്ന് കൊയ്ത്തുപാട്ടു കേട്ടു പാറവേ ഞാനൊടിച്ച കതിരു പങ്കിടാൻ കൂടണഞ്ഞ പെൺകിടാവു നീ. പീഡനെയ്ത വലയിൽ വീണു വേർപിടുന്നു നമ്മളേകരായി കൂട്ടിലൊന്നു പങ്കുവെച്ചൊരാ പൊൻകിനക്കിളിനി വിരിയുമോ. പീഡനെയ്ത വലയിൽ വീണു വേർപിടുന്നു നമ്മളേകരായി കൂട്ടിലൊന്നു പങ്കുവെച്ചൊരാ പൊൻകിനാക്കിളിനി വിരിയുമോ. ചാഞ്ഞകൊമ്പിലന്നു ശാരികേ ഊഞ്ഞലാടി പാട്ടുപാടി നീ നിന്റെ ചിറകിൽ ചൂടു തേടി ഞാൻ വന്നണഞ്ഞ ചകിത കാമുകൻ. ചാഞ്ഞകൊമ്പിലന്നു ശാരികേ ഊഞ്ഞലാടി പാട്ടുപാടി നീ നിന്റെ ചിറകിൽ ചൂടു തേടി ഞാൻ വന്നണഞ്ഞ ചകിത കാമുകൻ. വാണിപ്പച്ചരക്ക് നമ്മളീ വഴിയിൽ നമ്മൾ വേർപിരിയുവോ. വേടനെന്നെ വിട്ടിടും കൊണ്ടീ വേദനിച്ച് ചിറകൊടിക്കല. വാണിപ്പച്ചരക്ക് നമ്മളീ വഴിയിൽ നമ്മൾ വേർപിരിയുവോ. വേടനെന്നെ വിട്ടിടും കൊണ്ടീ വേദനിച്ച് ചിറകടിക്കല. നിന്നെ വാങ്ങും ഏതൊരുവനും ധന്യനാകും എന്റെ യോമനെ. അന്നും എന്റെ കൂട്ടിലേഖനായി നിന്നെ ഓർത്തു പാട്ടു പാടും ഞാൻ. നിന്നെ വാങ്ങും ഏതൊരുവനും ധന്യനാകും എന്റെ യോമനെ. നിന്റെ കൂട്ടിലന്ന് മേഘനായി നിന്നെ ഓർത്തു പാട്ടു പാടും ഞാൻ. വലയിൽ വീണ കിളികളാണ് ചിറകൊടിഞ്ഞൊരിണകളാണ് വഴിവിളക്ക് കണ്ണു ചെമ്മുമീ വഴിയിലെന്തു നമ്മൾ പാടണം. അന്നും ഇന്നും എന്റെ നെഞ്ചകം കൊഞ്ചുമൊഴി നിന്നെയോർത്തിടും. വില കൊടുത്തു വാങ്ങിടുന്നിതാ എന്റെ കൂടൊരുത്തനിന്നിതാ. വില കൊടുത്തു വാങ്ങിടുന്നിതാ എന്റെ കൂടൊരുത്തനിന്നിതാ. തലയിറഞ്ഞു ചത്തു ഞാൻ വരും നിന്റെ പാട്ടു കേൾക്കുവാനുയർ. കൂടുവിട്ടു കൂടുപായുമെൻ മോഹമാരു കൂട്ടിലാക്കിടും. തലയറഞ്ഞു ചത്തു ഞാൻ വരും നിന്റെ പാട്ടു കേൾക്കുവാനുയർ. കൂടുവിട്ടു കൂടുപായുമെൻ മോഹമാരു കൂട്ടിലാക്കിടും. വരയിൽ വീണ കിളികളാണ് ചിറകുടിഞ്ഞൊരിണകളാണ് വഴിവിളക്കു കണ്ണു ചെമ്മുവേ. വഴിയിലെന്തു നമ്മൾ പാടണം. ഈ വഴിയിലെന്തു നമ്മൾ പാടണം. ഈ വഴിയിലെന്തു നമ്മൾ പാടണം. ഇത് കേൾക്കേണ്ട ഒരു ഭാഗ്യമുണ്ടായി. അപ്പോ അടുത്തതായിട്ട് ഒരു ഗ്രൂപ്പ് സോങ് ആണ്. അപ്പോൾ സൗഹൃദത്തിലെ കുറച്ച് ആൾക്കാർ ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് സോങ് ആണ്. അപ്പോൾ പേര് വിളിക്കുന്നില്ല, നിങ്ങൾ എല്ലാവരും വേദിയിലേക്ക് വരേണ്ടതാണ്. നല്ലൊരു കയ്യടി കൊടുക്കാം. ചാരക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന
മീൻകാരി പെണ്ണെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണെ കണ്ടേ ഞാൻ. ചെമ്പലി കരിമീൻ ചെമ്മീനിലെ പെണ്ണിന്റെ കൊട്ടെ മെനിയുടെ കിണാണേ. ഉച്ചയ്ക്ക്
പൊരുളെ മുത്താണു നീ നമുക്ക് മുത്താണു നീ നമുക്ക് പാവാട വേണം മേലാട വേണം ഇത്താറു പഠിച്ച് ഉദ്യോഗം കളിച്ച് സ്വന്തം വരും ഇത്താറു പഠിച്ച് ഉദ്യോഗം കളിച്ച് സ്വന്തം വരും അതിനൊപ്പം മണവാളൻ മകനായി തന്ന ഇക്കാവു പൊടി പൊടിക്കാം ഓ വിളിക്കുമ്പോ മറന്നു വരും പാവാട വേണം മേലാട വേണം പാവാട വേണം മേലാട വേണം പഞ്ചാര പനകിളിക്കേ ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണു നീ നമുക്ക് ആണു നീ നമുക്ക് നമ്മുടെ അവസാനത്തേക്ക് വെച്ചിരുന്ന വേറെ ഒന്നും വിചാരിക്കില്ല. ഇതാണ് നമ്മുടെ സൗഹൃദത്തിന്റെ നിധിയാണ് അല്ലേ? ആണെങ്കിൽ നല്ലൊരു കൈയടി കൊടുത്തേ. അപ്പോ അടുത്തതായിട്ട് പിന്നെയും ഒരു ഡുവറ്റ് അവതരിപ്പിക്കുന്നത് നീലഭസ്മക്കുറിയണിഞ്ഞവളെ കാതിലോള കമ്മലിട്ടു കുളങ്ങി നിൽപ്പവളെ ഏതപൂർവത ബസ്സിന ഞാൻ സ്വന്തമാക്കി രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ടു കുളുങ്ങി നിൽപ്പവളെ തങ്കമുരുകും നിന്റെ തലയിൽ ഞാനും നെഞ്ചിലെ അനുരാഗത്തിൻ മന്ത്രമെഴുതുമ്പോൾ കണ്ണിലെരിയും തുള്ളുമൺവിളക്കിൽ നിന്നുമേ അഭിലാഷത്താലെന്ന പകരുമ്പോൾ ചാഞ്ചക്കുച്ചില്ലക്കൊമ്പിൽ ചിങ്കാരച്ചേരിൽ തഴുകുമായി തുള്ളുമ്പോൾ ഇന്ദിനീ നാണം തേനിളം നാണം നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ടു കുളുങ്ങി നിൽപ്പവളെ ഏതപൂർവത ബസ്സിന ഞാൻ സ്വന്തമാക്കി രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം കുറച്ചേരം വീട്ടിൽ നിൽക്കുന്നു അത് പറ്റൂല ഫ്രണ്ടിൽ ആ പച്ച ടീഷർട്ട് ഇട്ടിരിക്കുന്ന മനുഷ്യനൊന്ന് ബാക്കിലോട്ട് ഇരുന്നു ഭയങ്കര ശല്യമായിട്ട് അച്ഛനെന്നാ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നുണ്ട് ചെറിയ പാട്ട് പാടാന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് സപ്പോർട്ട് ചെയ്യുക 200 ഫ്രണ്ട്സ് എന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പാട്ട് പാടുന്നത് അവന്മാരാണ് ഈ കൂടിയത് ഓക്കെ തുടങ്ങട്ടാ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ ആ തക്കിടിയുടെ കരച്ചിലും പുഞ്ചിരി
സ്പോർട്ട് കൊറിയോഗ്രാഫ് ആയിരുന്നു. അപ്പൊ ഒന്നും പറയാനില്ല. അപ്പൊ ഇത്രയും നന്നായിട്ട് ഒരു പാട്ട് പാടിയ ചേട്ടൻ നല്ലൊരു കൈഡി എടുക്കാം. അടുത്തതായിട്ട് പിന്നെയും നമ്മുടെ സൗഹൃദത്തിലെ ആ ഒരു ഫാമിലി വൈബാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ശ്രീകണ്ഠനെയും ആന്റീനെയും ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. എന്തായാലും നന്ദി പറയേണ്ട കാര്യമില്ല. ഒരുപാട് തവണ ഞാൻ നന്ദി പറഞ്ഞ് മടുത്തിട്ട്
എന്നിരുന്നാലും അവസാനമായിട്ട് ഞാൻ അവർക്ക് നന്ദി പറയാണ്. അപ്പോൾ ഇനി അവരുടെ പ്രോഗ്രാം ഇല്ലല്ലോ, എനിക്ക് നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്താൽ അവരിനിയും പാട്ട് പാടും. അപ്പോ അടുത്തതായിട്ട് നമ്മുടെ എന്റെ കൂടെ ഇപ്പോ ആങ്കറിംഗ് ചെയ്തോണ്ടിരുന്ന സുജിതയുടെ അടുത്ത് നല്ലൊരു തകർപ്പൻ ഡാൻസ് ആണ്. നിങ്ങളെല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. അപ്പോ ഡാൻസ് കളിക്കാനായിട്ട് സുജിതയെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയ്യടിയെടുത്ത് സ്വാഗതം ചെയ്യാം.
ഇവിടെ തീർന്നിരിക്കുകയാണ് പരിപാടിയൊക്കെ. പ്രോഗ്രാം കഴിഞ്ഞില്ല, ഒരു ചെയിൻ സോങ് കൊണ്ടുവരുന്നുണ്ട്. എല്ലാ സുഹൃത്തുക്കളും ഇവിടുത്തെ നമ്മുടെ കലാശക്കൊട്ട എന്ന രീതിയിൽ ചെയിൻ സോങ് റെഡിയാക്കിയിട്ടുണ്ട്. ആ ചെയിൻ സോങ് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് പിരിയാം. ഒരു 5 മിനിറ്റ് കൂടെ ഇരിക്കണം. ഇനി ചാർട്ട് ചെയ്ത പ്രോഗ്രാമുകളെല്ലാം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ നമ്മുടെ ഉച്ചയ്ക്ക് നടന്ന കലാപരിപാടികളിൽ പങ്കെടുത്ത കൊച്ചുമക്കൾക്കും നമ്മുടെ പ്രിയപ്പെട്ട സഹപാഠികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സൗഹൃദ 1929 പേരിലുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ രാവിലെ മുതൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് കലാപരിപാടികളും മറ്റെല്ലാ പ്രോഗ്രാമും കണ്ട് ആസ്വദിച്ച് പങ്കാളിത്തം ഉറപ്പാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഗ്രൂപ്പിലെ ഇത്രയും ദിവസം 5 വർഷം കൊണ്ട് നടത്തിയ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം ഇന്നായിരുന്നു. നമ്മൾ 250 ആളാണ് പ്രതീക്ഷിച്ചത്. 276 പേര് പങ്കെടുത്തു. അത് നമ്മുടെ സംഘാടക എന്ന് മാത്രമല്ല എല്ലാ കമ്മിറ്റി അംഗങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വിജയമാണ്. നമ്മൾ പ്രതീക്ഷിച്ചത് 250, 272 പേര് ഈ പരിപാടിയിൽ പങ്കെടുത്തു. നന്ദിയോട് നിങ്ങൾക്ക് എല്ലാവർക്കും. നമുക്ക് ഇനി 3 മാസം കഴിഞ്ഞിട്ട് ഓണാഘോഷ പരിപാടിയുണ്ട്. അടുത്ത പരിപാടി അപ്പോൾ വരുന്നുണ്ട്. ഈ പരിപാടി ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒറ്റവാക്കിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ കലാപരിപാടികളിൽ ആങ്കറിംഗ് നല്ല ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആതിര ഗ്രേസ്, തക്കമണി സഹപാഠിയുടെ മകളാണ് ആതിര ഗ്രേസ്. അതുപോലെ ലാർജറ്റിന്റെ മകളാണ് സുജിത. അവർക്ക് 2 പേർക്ക് നമ്മുടെ ഗ്രൂപ്പിന്റെ പേരിലുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. രാവിലെ ആങ്കറിംഗ് നടത്തിയത് ശ്രീകണ്ഠന്റെ വൈഫ് ദീപ്തിയുമാണ്. അവർക്ക് വീണ്ടും ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ ശബ്ദവും വിളിച്ചു നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അഞ്ചുമലങ്കല സൗണ്ട്സിന്റെ ഓപ്പറേറ്റർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. രാവിലെ മുതൽ നമ്മളെ കൂടത്ത് തോളോട് തോട് ചേർന്ന് ഈ പ്രോഗ്രാമിന്റെ ഓരോ പ്രോഗ്രാമും നല്ല ഭംഗിയായിട്ട് ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോഗ്രാഫർ, അതുപോലെ വീഡിയോ മാൻ, അതുപോലെ നമ്മുടെ കോങ്ങോട് ഉദയാണ് നമ്മുടെ വീഡിയോ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം രാവിലെ മുതൽ തന്നെ ഈ പ്രോഗ്രാമിൽ ലൈവായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ സൗഹൃദ ഗ്രൂപ്പിന്റെ സ്വാഗത സംഘത്തിന്റെ ഭാരവാഹികളായി പ്രവർത്തിച്ചും കമ്മിറ്റി അംഗങ്ങളായി പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ഇന്നിവിടെ നടന്ന പ്രോഗ്രാമിന് മേക്കപ്പ് നമ്മളെ സഹായിച്ച സി സെൽവരാജിന്റെ വൈഫ് ബിന്ദുവിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. എന്തെങ്കിലും ആർക്കെങ്കിലും നന്ദി രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കാറ്ററിംഗ് എല്ലാം നമുക്ക് സജ്ജീകരിക്കുന്ന പുള്ളിക്കാരനാണ്. പുള്ളിക്കാരനെ പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിൽ ഈ ഓഡിറ്റോറിയം അനുവദിച്ച് തന്ന് ഈ പരിപാടി ഗംഭീരമായി വിജയിപ്പിക്കുവാൻ അവസരമൊരുക്കുന്ന ഈ മാനേജ്മെന്റിന് പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഈ പ്രോഗ്രാമിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1 വർഷമായി രാത്രി പകലും ഇല്ലാതെ വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ ഈ കടും ചൂടിലും ഈ പ്രോഗ്രാമുമായിട്ട് രാത്രി പകലുമായി സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അവസാന ഇനമായ ചെയിൻ സോങ്ങിലേക്ക് കടക്കുകയാണ്.
തലേക്ക് ഇവക്കടെയൊക്കെ മൊഞ്ചിലും മണത്തിലൊന്നും വീഴാണ്ട് താഴെ ഇറക്കി കാര്യങ്ങൾ അവന് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ പിന്നെ bing bing boom.
ഇവിടെ എത്തിച്ചേർന്ന് നമ്മളോട് സ്വീകരിച്ച എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്